everyone, welcome back to my channel. ഇന്നൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഈ ഒരു കമ്മൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മലാന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ ഇട്ടേക്കുന്നത്. മാത്രമല്ല എൻ്റെ ഫേസിൽ കുറച്ചധികം പിമ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് പ്രപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ഞാൻ ഓൾറെഡി ചെയ്തു. ലിപ് ബാം അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏതൊരു മേക്കപ്പ് ലുക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ആദ്യം നിങ്ങൾ ഈ 4 സ്റ്റെപ്സും ചെയ്യണം. ഓക്കെ, ഇത് ചെയ്താൽ നമ്മുടെ മേക്കപ്പ് കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, നല്ലൊരു ഫിനിഷ് കിട്ടും, കേക്കി ആവില്ല. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ പറഞ്ഞില്ലേ നിറയെ പാടുകളുണ്ടെന്ന്, അതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ കളർ കറക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും റെഡ് പ്രോബ്ലംസിന് ഗ്രീൻ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ബട്ട് ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്താണ് എല്ലാം കവർ ചെയ്യുന്നത്. പീച്ചാണ് എൻ്റെ ഒരു സ്കിൻ ടോണിന് ചേരുന്നത്. ബട്ട് ഓറഞ്ച് വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം. കുറച്ച് ഡീപ്പ് ടോൺ ഉള്ളവർക്കാണെങ്കിൽ ഓറഞ്ച് കളർ കറക്റ്ററാണ് യൂസ് ചെയ്യേണ്ടത്. ബട്ട് ഞാനിപ്പോൾ എൻ്റെ ഇതിനും ഓറഞ്ചാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് അണ്ടർ ഏരിയസിലും എൻ്റെ മൂക്കിൻ്റെ അവിടെ ഒരു വരയൊക്കെ കണ്ടോ, അതൊക്കെ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു പാടുകളും ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് അതൊന്ന് എക്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ബ്രഷ് വെച്ചൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളി ഫൗണ്ടേഷനാണ്, അത്യാവശ്യം കവറേജും ഉണ്ട് ഈ ഒരു ഫൗണ്ടേഷന്. ഓക്കെ, എൻ്റെ ഫോമിലേക്ക് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് അപ്ലൈ ചെയ്യുന്നത്. അതും ഞാനൊരു ബഫിംഗ് ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു എൻ്റെ മേക്കപ്പ് ലുക്കിന് സ്പഞ്ച് യൂസ് ചെയ്യുന്നില്ല. സ്പഞ്ചിന് പകരം ബ്രഷസാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കൺസീലറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ഏജ് റിവൈൻ കൺസീലറാണ്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു കൺസീലർ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഡ്രഗ് സ്റ്റോർ പ്രോഡക്റ്റിൽ അടിപൊളി ഒരു കൺസീലറാണ്. ഓക്കെ, അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് അണ്ടർ ഏരിയയിലും ബ്രിഡ്ജ് ഓഫ് മൈ നോസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യത്തിന് മാത്രമേ അപ്ലൈ ചെയ്തിട്ട് ഓവറായിട്ടൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഒത്തിരി ലെയർ ഓഫ് ഫൗണ്ടേഷൻസും ഇട്ടിട്ടില്ല. ഓക്കെ, ഏകദേശം ഒറ്റ ലെയർ ഫൗണ്ടേഷൻ ഒറ്റ ലെയർ കൺസീലർ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പ്രോഡക്റ്റ് കാണിച്ചില്ല, മേബിലിൻ്റെ ലൂസ് പൗഡർ യൂസ് ചെയ്താണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഞാൻ ഐസ് ചെയ്യുന്നത് 2 പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഐസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒന്ന് മേബിലിൻ്റെ ഈ ഒരു ജെൽ ലൈനർ, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ വൃത്തിയായിട്ട് വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് മുകളിലേക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടർ ഏരിയയിൽ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതേ ജെൽ ഐലൈനർ തന്നെ അണ്ടർ ഏരിയയിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐ മേക്കപ്പ് ഒന്നും അല്ല. കുറേ നാളായില്ലേ ഞാനൊരു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഈ ഒരു ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, സിമ്പിളായിട്ടുള്ള ഒരു ലുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തതാണ്. അതിനുശേഷം ഞാൻ ഈ ഒരു ഐ ഷാഡോ വാങ്ങിച്ച് വെച്ചിട്ട് കുറേ നാളായി, ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി ഇതൊരു ഷിമ്മറി ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വെച്ച് വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു ലുക്കിൽ വെച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇതും അടിപൊളിയാണ്. ബട്ട് ഞാൻ കുറച്ചും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, കംപ്ലീറ്റ് ഒരൊറ്റ ഷെയ്ഡ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് അത്രയും ഇൻറ്റൻസിറ്റി വരാൻ കാരണം ഞാൻ അണ്ടറയിൽ അതിൻ്റെ അടിയിൽ ഈ ഒരു ബ്ലാക്ക് ലൈനർ കൊടുത്തുകൊണ്ടാണ് അത്രയും ഇൻറ്റൻസിറ്റി വന്നത്. ഇല്ലെങ്കിൽ ഇത്ര ഇൻറ്റൻസിറ്റി വരില്ല. സാധാരണ കണ്ണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഇൻറ്റൻസിറ്റി വരാറില്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു കളറിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഏതെങ്കിലും ഐഷാഡോ കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഐഷാഡോ അല്ല, ബ്ലാക്ക് ഇതുപോലെ ഏതെങ്കിലും ജെൽ ലൈനർ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഐഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ എൻ്റെ ഐബ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഡാർക്ക് ഷെയ്ഡ് ഇന്നർ പാർട്ടിലും ഔട്ടർ പാർട്ടിൽ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ബ്രോൺസറിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബഹമാമയുടെ ബ്രോൺസറാണ്. ഞാനിപ്പോൾ കോൺടോർ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടോർ ചെയ്തിട്ട് ബ്രോൺസർ യൂസ് ചെയ്യാം, ബട്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ബിക്കോസ് ഒരുപാട് കോൺടോർഡ് ലുക്ക് എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രോൺസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബ്ലഷിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ബ്ലഷ് പാലറ്റാണ്. ഓക്കെ, ബ്ലഷും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചീക്സിലും. കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ സാമ്പിൾ ലിപ്സ്റ്റിക്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു പാക്കറ്റിൽ തന്നെ 14 or 16 ലിപ്സ്റ്റിക്സ് കിട്ടുന്നത്. അതാണ് കേട്ടോ. അത് ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് നോക്കി. അത് കൊള്ളാമില്ല എന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒരു പിങ്ക് റെഡ് ടോൺ വരുന്ന ഒരു ന്യൂഡ് തന്നെയാണ്, ബട്ട് കുറച്ച് ഷെയ്ഡ് വ്യത്യാസമുള്ള ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാണ്. ഞാൻ ഫാൾസ് ഐലാഷസും വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി മേക്കപ്പ് ലുക്ക്. ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക് ഇട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.